പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്രയാൻ ഡാനിയൽസൺ അഥവാ ഡാനിയൽ ബ്രയൻ്റെ റിങ്ങിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് ബ്രയാൻ ഡാനിയൽസൺ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങളാണ്. നിലവിലെ സ്റ്റാറ്റസ് AEWയുമായി കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്. AEWൻ്റെ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്നു. ജോൺ മോക്സ്ലിക്കെതിരെ കളിച്ച മത്സരമായിരുന്നു അവസാനത്തേത്. അതിൽ പരാജയപ്പെട്ട് AEW വേൾഡ് ടൈറ്റിൽ ജോൺ മോക്സ്ലിക്ക് കൊടുത്തിട്ടാണ് ബ്രയാൻ ഡാനിയൽസൺ ഇനി റിങ്ങിലേക്ക് കയറുമോ എന്നുള്ള വമ്പൻ ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് താരം റിങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ബ്രയാൻ ഡാനിയൽസൻ്റെ ഭാവി എന്ത് എന്നുള്ളതിന് ഇൻ്റർവ്യൂവിൽ വെച്ച് ഫൈറ്റ്ഫുൾ സെലക്റ്റിനോട് ബ്രയാൻ ഡാനിയൽസൺ പറയുന്നത് ഇങ്ങനെയാണ്: 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. താരം തന്നെ പറയുന്നത് റിങ്ങിലേക്ക് കയറണമോ എന്ന് തന്നോട് ചോദിച്ചാൽ കയറരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് തനിക്ക് ഇനിയുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് നേരിട്ട നെക്ക് ഇഞ്ചുറി, അതിനുശേഷം നെക്ക് സർജറി ചെയ്യേണ്ടി വന്നത് അത് തൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് തനിക്ക് വലിയ വേദനകൾ സമ്മാനിച്ചു. അപ്പോൾ ഇനി കഴുത്തിന് വേണ്ടി ഒരു സർജറി ചെയ്യാൻ താൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ റിങ്ങിലേക്ക് കയറുക എന്ന് പറയുന്നത് തൻ്റെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യമല്ല. റിങ്ങിലേക്ക് കയറാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് താൻ ഇനി ചെയ്യുക എന്നുള്ളതും ബ്രയാൻ ഡാനിയൽസൺ പറയുന്നുണ്ട്. അപ്പോഴും ഒരു 50-50 ചാൻസ് ബ്രയാൻ ഡാനിയൽസൺ അവിടെ കൊടുക്കുന്നു. എന്നാലും തനിക്ക് റിങ്ങിലേക്ക് കയറാൻ ഇനി താല്പര്യമില്ല എന്നുള്ളതും ബ്രയാൻ ഡാനിയൽസൺ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ബ്രയാൻ ഡാനിയൽസൺ അഥവാ ഡാനിയൽ ബ്രയൻ AEWയിലോ WWEയിലോ റിങ്ങിലേക്ക് വന്ന് ഒരു മത്സരം കൂടി കളിക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE ലെജൻഡായ മാർക്ക് ഹെൻറിയെ സംബന്ധിച്ചാണ്. മാർക്ക് ഹെൻറി WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു. 2024 മെയ് മാസത്തോടു കൂടി AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച വ്യക്തി WWEയിലുള്ള ചില ഇവൻറ്റ്സുകളിൽ ക്യാമിയോ അപ്പിയറൻസ് നടത്തിയിരുന്നു. വീക്ക്ലി എപ്പിസോഡ്സായ റോ അടക്കം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് കാണികളുടെ ഇടയിൽ മാർക്ക് ഹെൻറിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും WWEയിലേക്ക് താരം തിരികെ വരുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മാർക്ക് ഹെൻറി തന്നെ താൻ WWEയുമായിട്ട് ലെജൻഡ്സ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ലെജൻഡ്സ് കോൺട്രാക്റ്റ് പ്രകാരം അദ്ദേഹത്തിന് WWE ആവശ്യപ്പെടുന്ന പ്രോഗ്രാമുകളിൽ അപ്പിയർ ചെയ്യേണ്ടി വരും. കൂടാതെ അദ്ദേഹത്തിന് സാലറി പോലെയുള്ള ഒരു തുക ലഭിക്കും. കൂടാതെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മെർച്ചൻഡൈസ്, അതായത് ടീഷർട്ടുകളും മറ്റ് വസ്തുക്കളും WWEന് വിൽക്കാൻ സാധിക്കും. മാർക്ക് ഹെൻറി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറിയും WWEന് ചെയ്യാൻ സാധിക്കും. മാർക്ക് ഹെൻറി ഇനി റിങ്ങിലേക്ക് കയറുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രസക്തിയില്ല. പക്ഷേ WWEയുമായിട്ടുള്ള ലെജൻഡ്സ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഷെയ്മസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഷെയ്മസ് എവിടെയാണ്? കഴിഞ്ഞ ഒരു മാസമായിട്ട് റോയിൽ നിന്നും നമുക്ക് താരത്തെ കാണാൻ സാധിച്ചിരുന്നില്ല. ഷെയ്മസിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് WWE നടത്തിയ ലൈവ് ഇവൻറ്റ് റോഡ് ടു റസൽമേനിയ ഷെയ്മസിൻ്റെ ജന്മരാജ്യമായ അയർലാൻഡിൽ വെച്ചിട്ടായിരുന്നു. അവിടെ ഷെയ്മസിനെ WWE ഒരു മത്സരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന റെസ്ലറായിട്ടാണ് ഷെയ്മസിനെ കൊണ്ടുവന്നത്. മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. പക്ഷേ ഷെയ്മസിൻ്റെ തിരിച്ചുവരവ് സ്വന്തം രാജ്യത്ത് സ്വന്തം കാണികൾക്ക് മുന്നിലൂടെ അവർക്ക് കാണിക്കാൻ സാധിച്ചത് അത് ഷെയ്മസിന് തുടർന്നുള്ള വീക്ക്ലി എപ്പിസോഡുകളിൽ റോ ബ്രാൻഡിൽ ഇനി കുറച്ച് അവസരങ്ങൾ കൊടുക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഷെയ്മസ് പഴയ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൊക്കെ മാറ്റി ചുള്ളനായിട്ടാണ് തിരികെ വന്നിരിക്കുന്നത്. ഷെയ്മസിൻ്റെ ആ ഒരു വരവ് കിടിലമായിരുന്നു. വീഡിയോസും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഷെയ്മസിനെ പഴയ പോലെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് റസൽമേനിയ 39 എഡ്ജ് വേഴ്സസ് ദ ഡീമൻ ഫിൻ ബാലർ തമ്മിലുള്ള ഒരു ഹെൽ ഇൻ എ സെൽ മത്സരം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. മത്സരത്തിൽ എഡ്ജ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറാണ് വിജയിച്ചത്. എന്നാൽ യഥാർത്ഥ പ്ലാൻ പ്രകാരം ഡീമൻ കിങ് എന്ന് പറയുന്ന ഫിൻ ബാലറിൻ്റെ ക്യാരക്ടറായിരുന്നു എഡ്ജിനെ പരാജയപ്പെടുത്തേണ്ടിയിരുന്നത്. അതിന് എഡ്ജിനും സമ്മതമായിരുന്നു. ഫിൻ ബാലറിനെ പോലെ എഡ്ജിനെ സംബന്ധിച്ച് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു റെസ്ലർ, ആ താരത്തെ പുട്ട് ഓവർ ചെയ്യാൻ എഡ്ജിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. താരത്തിനെതിരെയുള്ള മത്സരത്തിൽ തോറ്റു കൊടുക്കാൻ തന്നെയാണ് മനസ്സുകൊണ്ട് എഡ്ജ്
PG തീരുമാനിച്ചത്. എന്നാൽ വിൻസ് മിക്മാൻ കണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു. വിൻസ് മിക്മാൻ ആദ്യം തയ്യാറാക്കിയ പദ്ധതി ഫിൻ ബെലറിന് അനുകൂലമായിരുന്നു എന്നുണ്ടെങ്കിലും റസൽമീനിയ 39 അടുക്കുന്തോറും ആ പദ്ധതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടാണ് പിന്നീട് എഡ്ജിനെ വിജയിപ്പിക്കാൻ എന്നുള്ളൊരു തീരുമാനം എടുത്തത്. എന്നാൽ റസൽമീനിയ 39 ഫിൻ ബെലറിൻ്റെ ഡീമൻ കിങ് ക്യാരക്ടർ പരാജയപ്പെട്ടത് ഡീമൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ ഡീമൻ കിങ്ങിൻ്റെ ക്യാരക്ടറിന് ചില കോട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പരാജയം കൂടി ആയപ്പോൾ ഡീമൻ കിങ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ലഭിച്ചിരുന്ന ഒരു പ്രത്യേകത കാണികൾക്കിടയിൽ ഇല്ലാതെയായി. ഡീമൻ കിങ് ഒരു നോർമൽ റെസ്ലറുടെ ഒരു ക്യാരക്ടർ രീതിയിൽ മാത്രം ആളുകൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഡീമൻ കിങ്ങിൻ്റെ തിരിച്ചുവരവിന് പോലും ആരാധകർ പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ കൊടുക്കാത്തൊരു അവസ്ഥയിലേക്കും ആ പരാജയം എത്തിച്ചു. അത് വിൻസ് മിക്മാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പരാജയം എത്തിക്കാനുള്ള കാരണം വിൻസ് മിക്മാൻ്റെ കടുംപിടുത്തമായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ അന്ന് റസൽമീനിയ 39 എഡ്ജിനെ പരാജയപ്പെടുത്താൻ ഫിൻ ബെലറിൻ്റെ ഡീമൻ കിങ് ക്യാരക്ടറിന് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഫിൻ ബെലറിൻ്റെ തന്നെ ഒരു ഭാവി മാറ്റിമറിക്കപ്പെടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്കും പിന്നീട് വേൾഡ് ചാമ്പ്യൻ ആകാനുള്ള രീതിയിലേക്കുമുള്ള സ്റ്റോറികൾ പിന്നീട് ലഭിക്കുമായിരുന്നു. പക്ഷേ ആ പരാജയം താരത്തെ നല്ല രീതിയിൽ ബാധിച്ചു. ഇപ്പോൾ അതിനിടയിൽ റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിച്ചു വന്നു എന്നുണ്ടെങ്കിൽ പോലും താരത്തിന് വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വിൻസ് മിക്മാൻ ഫിൻ ബെലറിൻ്റെ ഡീമൻ കിങ് ക്യാരക്ടറിനെയും ഫിൻ ബെലറിനെയും ചതിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. യഥാർത്ഥ പ്ലാൻ പ്രകാരം മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ചാമ്പ്യനായ ഫിൻ ബെലർ പിന്നീടും ഒരു വേൾഡ് ചാമ്പ്യൻ ആകുന്നത് ഈ വർഷത്തിനിടയിൽ നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമായിരുന്നു. അത് ഉണ്ടായില്ല എന്നാണ് ആ ഒരു കഥയ്ക്ക് പിറകിൽ നടന്ന ഒരു സംഭവ വികാസം എന്ന് പറയുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.